ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ. അപ്പോൾ ഞങ്ങൾ ഇന്ന് ഒരു 1 ഡേ ക്യാമ്പിങ്ങിന് പോവാട്ടോ. ഇന്ന് സാറ്റർഡേ ആണ്. അപ്പോൾ ഞങ്ങളും ഞങ്ങളുടെ ഫ്രണ്ട്സും എല്ലാവരും ആയിട്ട് ഒരു 2 ഡേ ക്യാമ്പിങ്, ഐ മീൻ സാറ്റർഡേ നൈറ്റ് സ്റ്റേ ചെയ്യും, പിന്നെ സൺഡേ വൈകിട്ട് തിരിച്ച് വീട്ടിലെത്തും. അങ്ങനെയാണ് പ്ലാൻ ചെയ്തേക്കുന്നത്. അപ്പോൾ UK വന്നിട്ട് ഞാൻ കുറേ ആഗ്രഹിച്ചിരുന്നു ഒരു ക്യാമ്പിങ്ങിന് പോകണമെന്ന് വെച്ചാൽ വൈഷ്ണവി എപ്പോൾ പോയാലും ക്യാമ്പിങ് ചെയ്ത ഓരോ സ്ഥലങ്ങളൊക്കെ കാണുന്നത്. അപ്പോൾ അവൾ എപ്പോഴും വന്ന് പറയും ക്യാമ്പിങ് എക്സ്പീരിയൻസ്. അപ്പോൾ അത് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് പോകാനായിട്ട് തോന്നും. അപ്പോൾ കുറേ ആയി ഞാൻ ആഗ്രഹിക്കുന്നു ക്യാമ്പിങ്ങിന് പോകണം. അപ്പം അവസാനം ആ ഡേ എത്തി ഗൈസ്. അങ്ങനെ ഞങ്ങൾ ക്യാമ്പിങ്ങിന് പോവാണ്. എവിടെയാണെന്ന് വെച്ചാൽ സെൻറ്റ് ആബ്സ് എന്ന് പറയുന്ന സ്കോട്ടിഷ് ബോർഡേഴ്സിൽ ഒരു സ്ഥലത്താണ് നമ്മൾ ക്യാമ്പിങ്ങിന് പോകുന്നത്. അപ്പോൾ ഇന്ന് രാവിലെ ഇറങ്ങിയപ്പോൾ തന്നെ നല്ല മഴയുണ്ട്. അപ്പോൾ എങ്ങനെയായിരിക്കും നമ്മുടെ ക്യാമ്പിങ് എക്സ്പീരിയൻസ് എന്നൊന്നും പറയാൻ പറ്റില്ല. സോ എക്സ്പെക്റ്റിംഗ് ടു ദി വേഴ്സ്റ്റ്. അതാണ് കാണിച്ചു തരാൻ. നല്ല മഴയുണ്ട്. നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങി നമ്മളിപ്പോൾ നേരെ പോകുന്നത് നമ്മളൊരു ഫ്രണ്ടിനെ പിക്ക് ചെയ്യാനാണ്. അപ്പോൾ നമ്മൾ 2 കാറിലായിട്ടാണ് പോകുന്നത്. വൈഷ്ണവിയും മിഥുനും കാവ്യയും ഹരിയും ഒരു കാറിലും ഞാനും അപ്പു ലിജിയും റോബി ചേട്ടനും ഒരു കാറിലും അങ്ങനെയാണ് പോകുന്നത്. ഓക്കെ, അപ്പോൾ ബാക്കി വിശേഷങ്ങൾ കാണാം. അപ്പോൾ ഞങ്ങൾ ലിജിനെ റോബി ചേട്ടനെയൊക്കെ പിക്ക് ചെയ്ത് ഞങ്ങൾ യാത്ര തുടങ്ങിയിരിക്കുന്നു. വൈഷ്ണവിയും മിഥുനും കാവ്യയും ഹരിയും അവിടെ നിന്ന് ഓൾറെഡി തിരിച്ചിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ വഴിയിൽ നിന്നായിരിക്കും മീറ്റ് ചെയ്യുന്നത്. എന്നിട്ട് നമ്മൾ നേരെ പോകുന്നത് സെയിൻറ്റ് ആബ്സിലേക്ക്. ഓക്കെ, നമ്മൾ പൊക്കോണ്ടിരിക്കുകയാണ് ഗൈസ്. അതെ അതെ അതെ, കമന്ററി പോയി റോബി ചേട്ടൻ. വെയില് വന്നു കേട്ടോ. നമ്മള് നേരത്തെ ഇറങ്ങിയപ്പോ നല്ല മഴയായിരുന്നു, ഇപ്പൊ നല്ല വെയിലായി. ഹായ് ഗൈസ്, നമ്മുടെ വലതുവശത്ത് കാണുന്നതാണ് ബാസ് റോക്ക്. ഇത് നോർത്ത് ബർവിക്കിലെ ഒരു സ്ഥലത്താണ് നമ്മൾ ആദ്യം വന്നിരിക്കുന്നത്. നമ്മൾ 3 മിനിറ്റിൽ ടാൻറ്റലൻ കാസിൽ എത്തും. 3 മിനിറ്റ് അല്ല, ആ കാണുന്നതാണ് ആ കാസിൽ. അപ്പൊ നമ്മള് കാസിലിന്റെ അകത്തേക്ക് കയറാൻ പോവാ. ടാൻറ്റലൻ കാസിലെത്തി. ഇവിടെ നിന്ന് ടിക്കറ്റ് ഒക്കെ എടുത്തിട്ട് നമ്മൾ ഉള്ളിലേക്ക് പോവാട്ടോ. വെൽക്കം ടു ടാൻറ്റലൻ കാസിൽ. ഇതാണ് നമ്മുടെ കാസിലിന്റെ മാപ്പ്. ആ കാണുന്നതാണ് കാസിൽ. ഇവിടെ എല്ലാവരും ഉണ്ട്. എല്ലാവരും ഹായ് പറയൂ. അപ്പൊ ഞങ്ങള് ഇതാണ് കേട്ടോ അതിന്റെ എൻട്രൻസ്. അപ്പോൾ ഈ കാസിലാണ് കേട്ടോ നമ്മളെ ഷാറുഖ് ഖാൻ അഭിനയിച്ച കുച്ചു കുച്ചു ഹോത്താഹയുടെ തും പാസ് ആയി എന്ന് പറയുന്ന സോങ് ഷൂട്ട് ചെയ്തേക്കുന്നത് ഈ പരിസരത്തൊക്കെ വെച്ചിട്ടാണ്. ഓക്കെ, ആ കടലിന് നടുക്കിയിരിക്കുന്ന റോക്കാണ് ബാസ് റോക്ക്. ഇതാണ് കേട്ടോ കാസിൽ. എല്ലാ കാസിലും ഇങ്ങനെ ഒരു കിണറുണ്ട്. നമ്മൾ മുന്നേ പോയ സെൻറ്റ് ആൻഡ്രൂസ് കാസിലും ഇതേപോലൊരു കിണറുണ്ട്.
വാവ്, നമ്മൾ മുന്നേ ഈ ബാസ്രോഗ് കണ്ടിട്ടുണ്ട്, പക്ഷേ അന്ന് കണ്ടത് നല്ല ദൂരത്തു നിന്നാണ്. നമ്മൾ സീ ബേർഡ് സാങ്ച്വറിയുടെ അടുത്ത് പോയപ്പോഴാണ് മുന്നേ കണ്ടത്. ഇത് കുറച്ചുകൂടെ ക്ലോസ് ആണ്. വെരി നൈസ് വ്യൂ. ബാക്ക്ഗ്രൗണ്ട് കിട്ടുന്ന രീതിയിൽ കുറേ ഫോട്ടോ ഒക്കെ എടുത്തിട്ട് ഉള്ളിലേക്ക് കയറാൻ പോവാം. ഇതിൻ്റെ മുകളിൽ വരെ നമുക്ക് കയറാം കേട്ടോ. എനിക്കൊന്ന് 4-5 നിലയുണ്ടെന്ന്. ഓ, ഇതെന്ന് പറഞ്ഞത് അവരുടെ ഡൈനിങ് ഹാളായിരുന്നു. ഇപ്പം ഇങ്ങനെ ഇരിക്കുന്നു. പണ്ടിങ്ങനെ ആയിരുന്നു എന്നാണ് അവർ പിക്ചറിൽ കാണിക്കുന്നത്. ഇത് അണ്ടർ ലോക്ക് ആൻഡ് കീ എന്ന് പറയുന്നത് ഒരു ഇവിടെ പ്രിസൺ ആയിട്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതാ ഇവിടെ ഒരു ഓട്ടയുണ്ട്. അപ്പോൾ ഇവിടെ കൂടെ ആയിരുന്നിട്ടുണ്ടാവും അവർക്ക് ഫുഡൊക്കെ സെർവ് ചെയ്തിട്ടുണ്ടാവുക. നമ്മൾ ആദ്യം കയറിയത്, ഇനി അടുത്ത് ഇവിടെ ഒരു എൻട്രൻസാ. ഇവിടെ കയറി നോക്കാം. അങ്ങനെ നമ്മൾ സ്റ്റെപ്പ് കയറി ഏറ്റവും മുകളിലെത്തി. ഇനി ഇതിൻ്റെ മുകളിലല്ലോ? ഇല്ല. ഇവിടുത്തെ മുന്നിലത്തെ പാർക്കിങ്ങിൽ നിർത്തിയിട്ട് ഇപ്പോൾ നമ്മൾ ഫുഡ് എടുക്കാൻ പോകും. നമ്മളെ പാക്കിംഗ് ഒക്കെ കണ്ടോ, നല്ല ടൈറ്റ് ഇട്ട് പാക്ക് ചെയ്ത് വെച്ചേക്കുക. അപ്പോൾ നമ്മൾ അടുത്ത വണ്ടി. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോവുകയാണ്. ഇതാണ് നമ്മുടെ ലിജി. പുതിയ ഹെയർ സ്റ്റൈൽ എങ്ങനെയാണെന്ന് കമന്റ് ബിലോ. ഓരോരുത്തരും ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നത് അടുപ്പില്, ചരുവത്തിൽ കഴിക്കുന്ന ചെമ്പില്, പാത്രത്തില്, സ്പൂണ് ഉള്ളിലിരുന്ന് കഴിക്കുന്നു. ഹരിസാർ കരണ്ടി വെച്ചാണ് കഴിക്കുന്നത്. അവിടെ ഒരാള് കൊറേ പ്ലേറ്റില്, അത് കണ്ട അടപ്പില്. ബോർഡറിലേക്ക് കടന്നിരിക്കുകയാണ്. ഇവിടെ സൈഡിൽ ഒരു ബോർഡ് ഉണ്ടായിരുന്നു, അത് എടുക്കാൻ പറ്റിയില്ല. വെൽക്കം ടു സ്കോട്ടിഷ് ബോർഡേഴ്സ് എന്നാണ്. ഈ സൈഡിൽ ഫുള്ള് കടലാണ്. ഫൈനലി 2 മിനിറ്റിൽ സെന്നാപ്സ് എത്തിക്കും. ഫൈനലി നമ്മൾ സെന്നാപ്സ് എത്തി. വെൽക്കം ടു സെന്നാപ്സ്. സൈഡിൽ എന്ത് കൃഷിയായിരിക്കും? Cabbage or cauliflower. Slow down.
കടലെത്തി കടലെത്തി. ഇതാ ഫോട്ടോയിൽ കാണുന്ന പോലെ തന്നെ. ഹായ്, വെരി നൈസ്. ഇതാണ് സെന്റ് ആൻസ് ഹാർബർ. ഇവിടെ കൊറേ ഈ ഹോള് കണ്ടോ, ഇതുവഴി അകത്ത് കയറും. ക്രാബോ? പക്ഷെ തിരിച്ചിറങ്ങാറിഞ്ഞൂടെ, അതിനകത്ത് കിടക്കും. അയ്യേ, മണ്ണുണ്ണി ക്രാബ്സ്. ഇത് ക്രാബിനെ പിടിക്കുന്ന സാധനങ്ങളാട്ടോ ഇതെല്ലാം. നിന്റെ വ്ളോഗേഴ്സിന് എല്ലാവർക്കും അറിയായിരിക്കും, നീ ഒക്കെ ഒഴിച്ച്. കുഴപ്പമില്ല, വൈഷ്ണവിയാണ് എനിക്ക് ഈ അറിവ് പകർത്തി തന്നത്. അപ്പൊ നിന്റെ കെട്ടിയവനാ? കെട്ടിയാണ്. ഇറങ്ങ ഇറങ്ങ, ചാടെടുത്ത്. ഇവിടെ നല്ല ആഴം, നല്ല ആഴമുണ്ട്. ആഴമൊന്നും ഒരു പ്രശ്നമല്ല. നമ്മൾ അതുപോലൊരു റിപ്പ് റൈഡിന് ബുക്ക് ചെയ്തിട്ടുണ്ട്. നമുക്ക് 3 മണിയാ സ്ലോട്ട് കിട്ടിയേക്കുന്നത്. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു ഇവിടെ ഇങ്ങനെ കറങ്ങി നടന്ന് കാണാം. അങ്ങനെ നമ്മളും ആ കാണുന്ന ബോട്ടിലായിരിക്കും യാത്ര ചെയ്യാൻ പോകുന്നത്. ഇതാണ് കേട്ടോ റിപ്പ് റൈഡ്. ലെറ്റ്സ് സീ. അപ്പോൾ നമ്മൾ റിപ്പ് റൈഡിന് പോകാനായിട്ട് നമ്മളെല്ലാവരും കയറി. അങ്ങനെ നമ്മൾ ജേർണി സ്റ്റാർട്ട് ചെയ്തു.
അങ്ങനെ നമ്മളെ കൂടെ വന്ന ആള് കടലിൽ നടുക്ക് സ്റ്റോപ്പ് ചെയ്തിട്ട് നമുക്ക് അവിടുത്തെ കഥകളും അവിടുത്തെ ബേർഡ്സിനെ പറ്റിയും പഫിൻസിനെ പറ്റിയൊക്കെ ക്ലാസ്സൊക്കെ പറഞ്ഞു തന്നു. നല്ല രസമായിരുന്നു കേട്ടോ. അയാളെല്ലാം നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്തു തന്നു. അങ്ങനെ പുള്ളിക്കാരൻ നമുക്ക് അയാളെ സ്കൂബ ഡൈവ് ചെയ്തെടുത്ത ഫോട്ടോസും കാര്യങ്ങളൊക്കെ നമുക്ക് കാണിച്ചു തന്നു. അതാട്ടോ എല്ലാവരും ഇതാണ്ട് കേവ് എടുക്ക്. കറക്റ്റ് എഡ്ജിൽ just inside the cave here. Awesome.
ഇപ്പൊ അയാൾ വിളിച്ചിട്ട് പറയാ ഡോൾഫിനെ കാണാൻ പറ്റുമെന്ന്. ഡോൾഫിൻ അങ്ങനെ നമ്മുടെ അതിമനോഹരമായ കാഴ്ചകൾ കണ്ട് നമ്മൾ തിരിച്ചു മടങ്ങുകയാണ്. എല്ലാവരുടെയും നനഞ്ഞ കഥകളാണ്. പുറകിലിരുന്ന വയസ്സുകയും ഇതിനു മൊത്തത്തിൽ നനഞ്ഞു. ഈ വശത്തുള്ള ഞങ്ങളാണ് നനഞ്ഞു. റോബിച്ചേട്ടനെ നോക്ക്, റോബിച്ചേട്ടൻ പാന്റ് എന്നെ കറക്റ്റ് അറിയാം ഇപ്പൊ നനഞ്ഞത് ആരാന്നുള്ളത്. ഒരു സൈഡിലോട്ടാണ്. അതെ അതെ അതെ, ഒരു സൈഡിലോട്ട് ബോട്ട് ചരിച്ചപ്പോ പോയത്. അതെ, പേടിച്ച്. തല തൊട്ട് കാല് വരെ നനഞ്ഞത് വൈഷ്ണവിയും ഇതിന് മാത്രമായിരുന്നില്ല. ഏറ്റവും കൂടുതൽ നനഞ്ഞത് വൈഷ്ണവിയാണ്. ആ നടത്തമാണ് നിങ്ങളെ കണ്ടുകൊണ്ടിരിക്കുന്നത്. പക്ഷെ തിരിഞ്ഞേ നോക്കട്ടെ, നനഞ്ഞ കുട്ടി പുറകിലിരിക്കാൻ പോയ ഇതാ ഗൈസ്. അങ്ങനെ നമ്മുടെ റിബ് റൈഡൊക്കെ കഴിഞ്ഞ് എല്ലാവരും ഡ്രസ്സൊക്കെ മാറ്റി. ഫുഡ് നമ്മൾ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നായിരുന്നു, നെയ്ച്ചോറും കറിയും. വിശപ്പിൻ്റെ ആഘാതത്തിൽ അത് വീഡിയോ എടുക്കാൻ പറ്റിയില്ല, എല്ലാം കഴിച്ചു കഴിഞ്ഞു. ഇപ്പം അതാ ചായ ഇട്ടുകൊണ്ടിരിക്കുന്നു. ഹായ്, ചായ അടിപൊളി ചായ. ചായ ഇട്ട ആളിതാ, നല്ല ചായയായിരുന്നു, മസാല ചായ. അപ്പൊ ഞങ്ങള് ഭക്ഷണം കഴിച്ചു, ചായ കുടിയൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ നേരെ ഇപ്പം ടെന്റ് എവിടെയെങ്കിലും സെറ്റ് ആക്കിയിട്ട് ഫിഷിങ്ങിന് പോകാനാണ് കേട്ടോ ഇപ്പോൾ പ്ലാൻ. എല്ലാവരും വെയിലൊക്കെ അടിച്ച് നല്ല ടയേർഡായിരിക്കുന്നു. റിബ് റൈഡൊക്കെ കഴിഞ്ഞ്, റിബ് റൈഡ് അടിപൊളിയായിരുന്നു കേട്ടോ, പറയാതിരിക്കാൻ വയ്യ, അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു. ഫ്രണ്ടിൽ പോകുന്നത് വൈഷ്ണവി മിഥുനുമാണ്. വഴി തീർന്നോ? നെറ്റ് ഇല്ലാത്തതുകൊണ്ട് വഴി ഇടാൻ നിവർത്തിയില്ല. വെൽക്കം ടു ഐമൂത്ത്. അപ്പോൾ ഇത് ഐമൂത്താണ് ഗൈസ്. അപ്പോൾ ഞങ്ങൾ ടെന്റ് അടിക്കാൻ വേണ്ടിയിട്ടുള്ള സ്ഥലം തപ്പി 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 പോകുകയാണ്. 2-3 സ്ഥലത്ത് നോക്കിയപ്പോൾ അവിടെ എങ്ങും ഓവർനൈറ്റ് പാർക്കിംഗ് ഒന്നും അലൗഡ് അല്ല. അപ്പോൾ ഇങ്ങനെ പോയിക്കൊണ്ടേയിരിക്കും. നമ്മൾ ടെന്റ് അടിക്കുന്നത് കൂടെ തന്നെ ഫിഷിങ്ങിനുള്ള സൗകര്യം കൂടെ നോക്കിയാണ് യാത്ര ചെയ്യുന്നത്. അങ്ങനെ നമ്മൾ ഫൈനലി ടെന്റ് അടിക്കാൻ ഒരു സ്ഥലം കണ്ടുപിടിച്ചു ഗൈസ്. അങ്ങനെ നമ്മൾ ക്യാമ്പ് ചെയ്യാനായിട്ട് സ്ഥലം കണ്ടുപിടിച്ച് വണ്ടിയൊക്കെ പാർക്ക് ചെയ്ത് എല്ലാവരും ഇറങ്ങി സ്ഥലമൊക്കെ കാണാൻ വേണ്ടി ഇറങ്ങിയത്.
ഓരോരുത്തരായി ലഗേജുകൾ എടുത്തെടുത്ത് നടക്കുകയാണ്. അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ ക്യാമ്പിംഗ് സ്പോട്ട്. എല്ലാവരും നടന്നു പോകുന്നുണ്ടോ? ആടൊക്കെ ഉണ്ട് നമുക്ക് രാത്രി കൂട്ടിന്.